ഈ കേസുമായി ബന്ധപ്പെട്ട ഇതിൽ ഒരു ചരിത്രവിധി ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. നിലവിൽ അത് രണ്ട് തരത്തിലാണ്. ഈ വധശിക്ഷ ഉണ്ടാകുന്നെങ്കിൽ അത് ചരിത്രമാകുന്നത് രണ്ട് തരത്തിലാണ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പ്രതി എന്നുള്ള ഒരു റെക്കോർഡ് ഗ്രീഷ്മയ്ക്ക് ലഭിക്കും. ഒപ്പം തന്നെ നിലവിൽ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ള കേരളത്തിലെ ജയിലിൽ കഴിയുന്ന നിലവിൽ ഒരേ ഒരു സ്ത്രീ മാത്രമേ ആ നിലയിൽ കഴിയുന്നുള്ളൂ. ഇത് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിക്കുകയാണെങ്കിൽ അത് രണ്ടാമത്തെ പ്രതിയായി മാറും എന്ന് മാത്രമല്ല, അതിലെ മറ്റൊരു കൗതുകമുള്ളത് ഇതേ കോടതി ഇതേ ജഡ്ജിയാണ് നിലവിൽ വധശിക്ഷയ്ക്ക് കാത്തു കഴിയുന്ന കേരളത്തിലെ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന ഒരു സ്ത്രീയെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അത് വിഴിഞ്ഞം മുല്ലൂരിൽ ഉള്ള ശാന്തകുമാരി എന്ന സ്ത്രീയെയാണ് വയോധികയെ കൊലപ്പെടുത്തി, മോഷണത്തിനിടെ വയോധികയെ കൊലപ്പെടുത്തി ചാക്കിലാക്കി ഉപേക്ഷിച്ച കേസിലെ ഒന്നാം പ്രതിയായ റഫീഖ ബീവിയെ ശിക്ഷിച്ചത്. റഫീഖ ബീവി എന്ന പ്രതിയെ ശിക്ഷിച്ചത് ശാന്തകുമാരി എന്ന വയോധികയായിരുന്നു കൊലപ്പെടുത്തിയത്. അങ്ങനെ ഒരു ചരിത്രം ഈ ജഡ്ജിക്കുണ്ട്, ഈ കോടതിക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ കോടതിയുടെ അത് എല്ലാം കോടതിയുടെ തീരുമാനമാണ്. എന്ത് വിധി വരും എന്നുള്ളതൊന്നും നമുക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ച ഈ കേസിൽ ഉറപ്പായും അത് സമൂഹത്തിന് പാഠമാകുന്ന ഒരു വിധിയാകും വരിക എന്നുള്ളതാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതിലെ പ്രതിഭാഗത്തിന്റെ വാദം, ഈ വലിയ ശക്തമായ വാദമായിരുന്നു പ്രതിഭാഗം കഴിഞ്ഞ ദിവസവും ഉന്നയിച്ചത്. പ്രതി പ്രായം കുറവാണ്, പഠിക്കാൻ മിടുക്കിയാണ്, ഒപ്പം തന്നെ ഈ സമൂഹത്തിന്, ഈ പ്രതിയുടെ പുനരധിവാസം സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ്, അതുകൊണ്ട് തന്നെ മറ്റു നിവൃത്തിയില്ലാത്തത് കൊണ്ട് തന്നെ കൊലപ്പെടുത്തിയതാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു പ്രതിഭാഗം അതൊരു വിചിത്രവാദം എന്നോണം ഉന്നയിച്ചത്. പക്ഷേ അപ്പോഴും ഇന്നിപ്പോൾ ഷാരോണിന്റെ കുടുംബം, ഷാരോണിന്റെ സഹോദരൻ നമ്മോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അങ്ങനെ പ്രായം കുറവാണെങ്കിൽ, അതല്ലെങ്കിൽ പഠിക്കാൻ മിടുക്കിയാണെങ്കിൽ, നമുക്കാരെങ്കിലും കൊല്ലണമെങ്കിൽ അങ്ങനെ ഒരാളെ തെരഞ്ഞെടുത്തയച്ചാൽ പോരെ എന്ന ചോദ്യം. അതുകൊണ്ട് തന്നെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പാഠമാകുന്ന ഒരു വിധി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വലിയ വിധി, ശക്തമായ വിധി പ്രതീക്ഷിക്കുന്നുണ്ട്. ഡെവിളിഷ് മൈൻഡ് എന്നുള്ളതായിരുന്നു നിലവിൽ അതുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷൻ കോടതിക്ക് മുൻപിൽ ഈ ഗ്രീഷ്മയെക്കുറിച്ച് പറഞ്ഞത്. കാരണം ആസൂത്രിതമായി ഒരാളെ കൊലപ്പെടുത്താൻ പദ്ധതിയിടുന്നു, അതിനുശേഷം മാസങ്ങളോളം അതിന്റെ പ്ലാനിങ്, അതിന്റെ ടെസ്റ്റ് ട്രയൽ റൺ നടത്തുന്നു, അങ്ങനെ കേട്ടുകേൾവിയില്ലാത്ത തരത്തിൽ ഒരു കൊലപാതകം നടത്തുന്നു എന്ന് മാത്രമല്ല താൻ ആർജിച്ചെടുത്ത വിദ്യാഭ്യാസവും അറിവും എല്ലാം ഈ കൊലപാതകത്തിനായി ഉപയോഗിക്കുന്നു എന്നിടത്തുകൂടിയാണ് പ്രശ്നം. അങ്ങനെ 2022 ഒക്ടോബർ 14 കഷായം കുടിച്ചത് സ്നേഹത്തിൽ വിളിച്ചു വരുത്തി ഷാരോണിനെ കൊണ്ട് കഷായം നിർബന്ധിച്ച് കുടിപ്പിക്കുന്നു. അത് ചലഞ്ചാണെന്ന് പറഞ്ഞ് കഷായം കുടിപ്പിക്കുന്നു. അതിനുശേഷം ഒന്നും അറിയാത്തതുപോലെ നിൽക്കുന്നു. അതിനുശേഷവും ഏറ്റവും ഒടുവിൽ 11 ദിവസം വേദന സഹിച്ച്, വേദന എന്ന് പറയുമ്പോൾ അസഹനീയമാം വിധം വേദന, ഒരു മനുഷ്യന് സഹിക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയ വേദന, ചുണ്ട് പൊട്ടിക്കീറി അങ്ങനെ ശരീരത്തിന് മുഴുവൻ നാഡീഞരമ്പുകളും വലിഞ്ഞു മുറുകി ഡോക്ടർമാർ പറയുന്നതനുസരിച്ച് ഒരു സാധാരണ മനുഷ്യൻ സഹിക്കുന്നതിനും അപ്പുറമുള്ള വേദന സഹിച്ച ആ ചെറുപ്പക്കാരൻ 11 ദിവസം കിടക്കുമ്പോഴും കട്ടിലിൽ കിടന്നുകൊണ്ട് ഏറ്റവും അവസാന മരണക്കിടക്കയിൽ കിടന്നുകൊണ്ടും ഷാരോൺ പറഞ്ഞിരുന്നത് ഗ്രീഷ്മ ചതിക്കില്ല എന്നായിരുന്നു. ആ സമയത്ത് പോലീസിനടക്കം കൊടുത്ത മൊഴിയിൽ ഗ്രീഷ്മ ചതിക്കില്ല, മറ്റെന്തെങ്കിലും സംഭവിച്ചതാകാം, അബദ്ധം പറ്റിയതാകാം എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന്റെ നീതിയാണ് ഇന്ന് ഈ കോടതി, ഈ നമ്മൾ നിൽക്കുന്ന ഈ കോടതിയിൽ എന്ത് തന്നെയായാലും ആ നീതിയാണെന്ന് ലഭിക്കാൻ പോകുന്നത്. അതിനുശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായത്, ഇങ്ങനെ മൊഴി കൊടുത്തെങ്കിൽ പോലും അച്ഛനും സഹോദരനും, ഷാരോണിന്റെ അച്ഛനോടും സഹോദരനോടും ഷാരോൺ മരണമൊഴി എന്ന വോണം പറഞ്ഞിരുന്നു ഗ്രീഷ്മ ചതിച്ചു എന്ന്. അതിനെ ചുറ്റിപ്പറ്റി അതിന്റെ ചുവട് പിടിച്ചായിരുന്നു ആ കേസിന്റെ ബാക്കി അന്വേഷണമൊക്കെ നടന്നത്. അതിനുശേഷം വളരെ വേഗത്തിൽ പ്രതിയിലേക്ക് എത്താൻ, പിന്നീട് പ്രതി ഗ്രീഷ്മയെ അറസ്റ്റ് ചെയ്തതിനു ശേഷം പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ പോലും ഒരു കുറ്റബോധത്തിന്റെ ലാഞ്ചന പോലും ഇല്ലാത്ത പെരുമാറ്റമായിരുന്നു. ഏറ്റവും ഒടുവിൽ പോലും താൻ പരമാവധി തനിക്ക് ലഭിക്കുക ജീവപര്യന്തം ശിക്ഷയാകും, അതിനുശേഷം താൻ ജീവിച്ചോളാം, ജീവപര്യന്തം കിട്ടിയാലും 14 വർഷം ജയിലിൽ കിടന്ന ശേഷം താൻ പുറത്തിറങ്ങുമെന്നൊരു പോലീസുകാരനോട് പറഞ്ഞതായി പോലീസുകാരൻ സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെ കുറ്റബോധത്തിന്റെ ലാഞ്ചന പോലുമില്ലാതെ വിദ്യാഭ്യാസവും താൻ നേടിയ അറിവുകളും അങ്ങേയറ്റം ഒരു കൊടും ക്രൂരതയ്ക്ക് വേണ്ടി ചിലവഴിച്ച ഒരു പ്രതിക്ക് വേണ്ടിയുള്ള ആ പ്രതിക്ക് എന്ത് ശിക്ഷ കിട്ടും എന്നുള്ളത് തന്നെയാണ് ഇന്ന് നമ്മൾ കാത്തിരിക്കുന്ന പ്രധാന വിധി. അത് അല്പസമയത്തിനകം തന്നെ, എനിക്ക് തോന്നുന്നു 4 മിനിറ്റുകൾ മാത്രമാണ് ഇനി കോടതി ചേരാൻ ബാക്കിയുള്ളത്. അതിനുള്ളിൽ തന്നെ ആ കേസ് ഉടൻ തന്നെ കോടതി 4 മിനിറ്റ് മാത്രമാണ് ബാക്കി. ഗ്രീഷ്മയ്ക്കെതിരെ ചുമത്തപ്പെട്ടിരിക്കുന്ന കുറ്റങ്ങൾ IPC 302 കൊലപാതകമാണ്, IPC 364 കൊലപാതകത്തിന് വേണ്ടിയുള്ള തട്ടിക്കൊണ്ടുപോകലാണ്, IPC 328 ജീവന് ഹാനി ഉണ്ടാക്കുന്ന തരത്തിൽ വിഷം കൊടുക്കുക എന്നതാണ്, IPC 203 പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കൽ അടക്കമാണ് ഗ്രീഷ്മയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്ന പ്രധാന കുറ്റങ്ങൾ. അമ്മാവൻ 3-ാം പ്രതിയാണ് നിർമ്മലകുമാരൻ, അയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് തെളിവ് നശിപ്പിക്കൽ എന്ന കുറ്റം മാത്രമേ ഉള്ളൂ. പരമാവധി ശിക്ഷ നൽകണമെന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. ഇത് അപൂർവങ്ങളിൽ അപൂർവമാണ്. അത്തരത്തിലൊരു ഷാരോൺ എന്ന് പറയുന്ന ഒരാളെ മാത്രം വധിച്ച പ്രശ്നമല്ല, ഒരുപാട് സ്വപ്നങ്ങളെ കൊന്ന ഒരു പ്രതിയാണ് ഗ്രീഷ്മ എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ ഏറ്റവും ഒടുവിലത്തെ ശിക്ഷാവിധി സംബന്ധിച്ച് ആ ദിവസം വാദത്തെ പ്രോസിക്യൂഷന്റെ
ഷാർപ്പായ മൂർച്ചയേറിയ വാദങ്ങൾ കോടതിക്കുള്ളിൽ. അങ്ങേയറ്റം ആ 11 ദിവസം ഓർമ്മിപ്പിച്ചു. അങ്ങേയറ്റം വേദന തിന്ന് ഇഞ്ചിഞ്ചായി വേദന തിന്ന് അനുഭവിച്ച് മരിച്ചുപോയ ഷാരോണിനെ കുറിച്ചുള്ള ആ 11 ദിവസങ്ങൾ കോടതിക്ക് മുൻപാകെ വെച്ചു ആ ദിവസം പ്രോസിക്യൂഷൻ. അത് എത്രത്തോളം ക്രൂരമായ ഒരു കൃത്യമാണ് ഗ്രീഷ്മ ചെയ്തത്. പ്രണയത്തെ കൊന്നുകളഞ്ഞു, പ്രണയത്തിൻ്റെ പേരിൽ വഞ്ചിച്ചു കൊന്നു തുടങ്ങിയ, മാത്രമല്ല ഡെവിളിഷ് തോട്ടാണ്, പൈശാചികമായ ചിന്തയാണ് ഈ പ്രതിക്കുള്ള തുടങ്ങിയ അതിശക്തമായ വാദങ്ങളായിരുന്നു. ഒരുപക്ഷേ അടുത്ത കാലത്ത് ഒരു ശിക്ഷാവിധി വാദത്തിനിടയിൽ നമ്മൾ കേട്ട ഏറ്റവും കടുത്ത വാദങ്ങൾ കോടതി മുറിക്കുള്ളിൽ നമ്മൾ കണ്ടത് മിനിഞ്ഞാന്നാണ്. പ്രോസിക്യൂഷൻ ഈ ശിക്ഷാവിധി സംബന്ധിച്ച ആ വാദം ഉന്നയിക്കുമ്പോഴാണ് അതിൽ പ്രതിഭാഗവും ഈ പ്രതിഭാഗവും അതിശക്തമായ വാദങ്ങൾ തന്നെ മുന്നോട്ട് വെച്ചു ഏറ്റവും അവസാന മണിക്കൂറിൽ. അതിന് കാരണം ഇതൊരു ഇത് ജസ്റ്റിഫയബിൾ മർഡർ എന്ന് പറഞ്ഞാൽ ഇത് വേറെ നിവൃത്തിയില്ലാതെ ചെയ്തു പോയതാണ് എന്ന രീതിയിലുള്ള പരോക്ഷമായ പറയുന്ന രീതിയിലുള്ള വാദങ്ങൾ കൂടി പ്രതിഭാഗമോ കോടതിയിൽ ഉന്നയിച്ചു. അപ്പോൾ ഇത് പരമാവധി ശിക്ഷ, വധശിക്ഷ എന്നുള്ള ശിക്ഷ ഒഴിവാക്കാൻ വേണ്ടിയുള്ള പരമാവധി ശ്രമങ്ങൾ കോടതി മുറിക്കുള്ളിൽ പ്രതിഭാഗം നടത്തുന്നതും